ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുവാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന കാച്ചിലാണ്. അപ്പോൾ അമ്മ അവിടെ ചാട്ടിൽ നട്ടു വെച്ചിരുന്നതാണ്, അത് കുറച്ച് തന്നു വിട്ടതാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം കുറച്ച് കാച്ചിൽ പുഴുങ്ങാനായിട്ടാണ് പോകുന്നത്. കാച്ചിലൊക്കെ മുറിച്ച് എടുത്ത് കഴുകിയൊക്കെ എടുത്തിട്ട് അത് പുഴുങ്ങാനായിട്ട് വയ്ക്കുവാണേ. അപ്പോൾ കാച്ചിലിന് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കണില്ല. ഇപ്പോൾ കറി, മീൻ കറി, ഇറച്ചിക്കറി അങ്ങനെയൊന്നും വേണ്ട. പ്രത്യേകിച്ച് കാച്ചിൽ ചേമ്പൊക്കെ പുഴുങ്ങുമ്പോൾ നമ്മൾ കൂടുതലും കാന്താരിമുളക്, ഉള്ളിയും കൂടെ ചതച്ചാണ് എടുക്കാറ്, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച്. ഇപ്പോൾ ചെണ്ടൻ കപ്പ, മുറിച്ച് പുഴുങ്ങുന്ന കപ്പയുണ്ടല്ലോ, അതിനൊക്കെയും കാന്താരിമുളക് കൂട്ടുന്നതാണ് ഇഷ്ടം കേട്ടോ. പിന്നെ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാനായിട്ട് ശ്രമിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരം എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൂ. കുറച്ച് ഏത്തയ്ക്ക കൊണ്ടുവന്നേക്കൂട്ടി ഇരിപ്പുണ്ട്. അപ്പോൾ അത് കുറച്ച് വറുത്തൊന്ന് വെക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ അത് ചെയ്യാനുണ്ട്. അതിനിടയ്ക്ക് ഞാനിച്ചിരി കടിഞ്ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായക്ക് വെള്ളം അടുപ്പത്ത് വെക്കുകയാണേ. അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് വേണം, കുറച്ച് കാന്താരിമുളക് മുൻവശത്ത് ഇപ്പുണ്ട്, അത് കുറച്ച് പറിച്ചെടുക്കാനായിട്ട് പോകാനായിട്ട്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കാന്താരിമുളക് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ കുറച്ചിങ്ങനെ വാട്ടി ഉണങ്ങി പൊടിച്ചൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എളുപ്പമുണ്ട്. എനിക്ക് രാവിലെയൊക്കെ തോരൻ കറിയൊക്കെ വെക്കുമ്പോൾ ചതയ്ക്കാനോ അരിഞ്ഞിടാനോ ഒന്നും പോകണ്ട, പെട്ടെന്ന് ആ പൊടി അങ്ങ് എടുത്തിട്ടാൽ മതി. പക്ഷേ നമ്മളിങ്ങനെ പച്ചയ്ക്ക് ചതച്ചിടുന്ന അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല, ചെറിയൊരു വ്യത്യാസം കാണും. നമ്മൾ ഉപ്പിനകത്തൊക്കെ ഇട്ട് പുഴുങ്ങിയിട്ടുണങ്ങുന്നതാണല്ലോ. എന്നാലും എളുപ്പമുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കാന്താരിമുളക് പറിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും പിന്നെ കഞ്ചായ തെളിച്ചിട്ടുണ്ടായിരുന്നു, അത് കുടിച്ചു. ഇപ്പോൾ കാച്ചിൽ വെന്തോന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ വേവാനുണ്ട്, 2 മിനിറ്റ് കൂടി ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ വേഗം ഇച്ചിരി ഉപ്പൊക്കെ കൂട്ടിയിട്ട് കാന്താരി ഒന്ന് ചതച്ചെടുത്തു. അതിനിടയ്ക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ പൊളിച്ചിട്ട് അതിൻ്റെ കൂടെ വെച്ച് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കോരിയെടുത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ തൂകി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ കാച്ചിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് കുറച്ച് കുടഞ്ഞിട്ടിട്ടുണ്ട്. അതിൻ്റെ സൈഡിലേക്ക് ഇതാ മുളകും കൂടെ കുറച്ച് വെച്ചിട്ട് ഇനി കാച്ചിൽ കഴിക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇട്ടിട്ട് വേണം. വാഴയ്ക്ക കുറച്ച് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറ പോകാനായിട്ട് വെള്ളം ഒഴിച്ചിട്ടിട്ട് പിന്നെ ഞാൻ അതിൻ്റെ തൊലിയും കൂടെ, വാഴയ്ക്കയുടെ തൊലി തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ, അപ്പോൾ ആ തൊലിയും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ വൻപയറും ചെറുപയറും ഒക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു, അതോടെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കറി, ഇങ്ങനെ കറി വെക്കുന്നതിനകത്ത്. ഇപ്പോൾ ഓണത്തിനൊക്കെ മിക്കവാറും നമ്മൾ വാഴയ്ക്ക വറുക്കുമ്പം തലേ ദിവസത്തെ ഉത്രാടത്തിൻ്റെ അന്നത്തെ ഒരു സ്പെഷ്യൽ കറിയാണ് ഇങ്ങനെ വാഴയ്ക്കയുടെ തൊലി നമ്മൾ തോരൻ വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അത് തോരൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഇച്ചിരി കാന്താരിയും ഉള്ളിയും കൂടെ ചതച്ചിട്ട് ജീരകം കൂടെ പൊടിച്ചിട്ട് തേങ്ങായ, ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് തോരൻ വെച്ചത്. അപ്പോഴേക്കും എന്താ നമുക്ക് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ വറുക്കാനുള്ള എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പകുതിയോളം കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാകത്തിന് മൂത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു തവണയും കൂടി ഇടാനുള്ളതുണ്ട്. ഇത് കോരി എടുത്തിട്ട് അത് എണ്ണയിൽ തന്നെ ആ കായും കൂടി ഇട്ട് വറുക്കുന്നുണ്ട്. അപ്പോൾ കായൊക്കെ വറുത്ത് രണ്ടാമതൊന്നുകൂടെ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും വൈകുന്നേരം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം നമ്മുടെ മിറ്റവടി, വിളക്കത്തിര അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണേ. വീഡിയോൻ്റെ എല്ലാവർക്കും നന്ദി.